ഹലോ ഫ്രണ്ട്സ്, ടെക്നിക് മലയാളത്തിലെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഷവോമിൻ്റെ ഏറ്റവും പുതിയ ഫ്ലാഗ്ഷിപ്പ് സീരീസായ ഷവോമി 17 പ്രോയും ഷവോമി 17 പ്രോ മാക്സിനെ കുറിച്ചാണ്. അപ്പോൾ ഇൻഫാക്ട് ഇത് ഇന്ത്യയിൽ ലോഞ്ച് ചെയ്തിട്ടില്ലല്ലോ. എന്നാൽ നമുക്ക് ഇപ്പോൾ ആക്ച്വലി ഷവോമിൻ്റെ ഒരു ഇവൻ്റ് ഉണ്ടായിരുന്നു, ദീപാവലി സെലിബ്രേഷൻ്റെ ഒരു ഇവൻ്റ് ഉണ്ടായിരുന്നു. ഇവൻ്റ് എന്ന് പറഞ്ഞാൽ ജസ്റ്റ് കമ്പനിയെ കുറിച്ചുള്ള ഒരു ടാർഗറ്റ്, നെക്സ്റ്റ് ഇയേഴ്സിലുള്ള നെക്സ്റ്റ് 2026 പ്ലാൻ എന്താ എന്നൊക്കെ പറയാൻ വേണ്ടി ഒരു ഷോർട്ട് മീഡിയ ഇവൻ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു ഇവന്റിലാണ് ഈ ഷവോമി 17 സീരീസ് ഷോക്കേസ് ചെയ്തത്. അതായത് നമുക്ക് ആ ഡിവൈസ് ഒന്ന് ഫീൽ ചെയ്യാനും അതൊന്ന് ട്രൈ ചെയ്യാനും ഒന്ന് ഹാൻഡ്സ് ഓൺ ചെയ്യാനൊക്കെ ഉള്ള ഒരു അവസരം ഷവോമി ഇന്ത്യയിൽ ഒരുക്കിയിട്ടുണ്ടായി. ഡൽഹിയിലായിരുന്നു ഈ ഇവന്റ്. അപ്പോൾ ഈ ഇവന്റിൽ നമ്മൾ ഷവോമി 17 പ്രോ, 17ഉം 17 പ്രോ മാക്സും എല്ലാം തന്നെ ട്രൈ ചെയ്യേണ്ടായി. അപ്പോൾ അതിൻ്റെ ഒരു വിശേഷമാണ് നമ്മൾ വീഡിയോയിലൂടെ പങ്കുവെക്കുന്നത്. അപ്പോൾ ഷവോമി 17 സീരീസ് ഇന്ത്യയിലേക്ക് വരുന്നുണ്ട് എന്നുള്ളതിൽ ഏതാണ്ട് കൺഫർമേഷൻ ആയി കഴിഞ്ഞു. ഈ സീരീസിൽ ഇപ്പം 3 ഡിവൈസുകൾ, 17ഉം 17 പ്രോ, പ്രോ മാക്സും. പ്രോ മാക്സിലും ഡിഫറൻസ് ആക്ച്വലി ആ ഡിസ്പ്ലേ സൈസും ബാറ്ററി കപ്പാസിറ്റിയും ബാക്കിലെ ഡിസ്പ്ലേയും മാത്രമാണ് ഉള്ളത്. എന്നാൽ 17ൽ ബാക്കിലെ ഡിസ്പ്ലേ ഇല്ല, ബാറ്ററി കപ്പാസിറ്റി നല്ലതാണ്, എന്നാൽ ബാക്കിയുള്ളതൊക്കെ തന്നെ ഏറെക്കുറെ സിമിലർ ആണ്. അപ്പോൾ ഇതാണ് ഈ ഒരു ഡിവൈസസിൻ്റെ 3 ഡിവൈസാണ്. ഇതിൽ ഏതൊക്കെ വരും എന്നുള്ളത് നമുക്ക് കൃത്യമായി അറിയില്ല, എന്നാൽ 17 വരും എന്നുള്ളത് എനിക്ക് ഉറപ്പാണ്. പിന്നെ എനിക്ക് തോന്നുന്നു പ്രോ മാക്സും പ്രോയിലും ഏതെങ്കിലും ഒരെണ്ണം ഉണ്ടാവും വരാൻ ചാൻസ് ഉള്ളൂ. കാരണം പിന്നെ 17 അൾട്രയും കൂടെ വരാനുണ്ടല്ലോ. അപ്പം അത് വെച്ച് നോക്കുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നു 17ഉം 17 പ്രോ മാക്സും വരാൻ ചാൻസ് ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ചിലപ്പോൾ പ്രോ ആയിരിക്കാം. 3 ഡിവൈസും കൂടെ വരാൻ ചാൻസ് ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം പ്രോയും പ്രോ മാക്സും തമ്മിൽ വലിയ ഹാർഡ്വെയർ ഡിഫറൻസ് ഒന്നുമില്ല. ഇൻഫാക്റ്റ് ആ ഒരു ഡിസ്പ്ലേൻ്റെ സൈസും എന്താ പറയുക, ഫോണിൻ്റെ സൈസും മാത്രമേ വലിയ വ്യത്യാസമുള്ളൂ. അപ്പോൾ നമുക്ക് കിട്ടിയ അവസരം എന്തൊക്കെയാണ് നമ്മൾ അതിൽ കണ്ടത് എല്ലാം തന്നെ നമ്മൾ വിശദമായി പറയാം. അപ്പോൾ എപ്പോഴത്തേക്കും പോലെ ഈ ചാനൽ ആദ്യമായിട്ടാണെങ്കിൽ സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്യുക, അതുപോലെ തന്നെ ബെല്ലൈക്കോടെ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ കൂടെ ലഭിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് ഷവോമി 17 പ്രോയും 17 പ്രോ മാക്സിൻ്റെയും ഹാൻഡ്സ് ഓൺ ഒന്ന് നോക്കാം. അപ്പോൾ ഇതാണ് ഷവോമി 17 പ്രോ, പ്രോ മാക്സും പ്രോയിലെയും ചെറിയ ഡിവൈസ് എന്ന് പറയാം. അപ്പോൾ ഇതിൻ്റെ ആ ബാക്കിലെ ഡിസ്പ്ലേ ഉണ്ടോ, ഇതാണ് ഇതിൻ്റെ ഒരു ഇൻട്രസ്റ്റിംഗ് ആസ്പെക്ട്. നമുക്ക് ഇവിടെ ആനിമേഷൻസ് ഉണ്ട്, ഒരുപാട് കസ്റ്റമൈസേഷൻ ഓപ്ഷൻസ് ഉണ്ട്. അതേപോലെ നമുക്ക് ഈ റിയർ ക്യാമറ സെൽഫിക്ക് വേണ്ടി യൂസ് ചെയ്യാം. അങ്ങനെ ഒരുപാട് ഓപ്ഷൻസ് ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. ബാക്ക് ഗ്ലാസ് ആണ്. അതേപോലെ തന്നെ നമുക്ക് ഇവിടെ സൈഡിൽ പവർ ആൻഡ് വോളിയം കീസും ഒരു അലുമിനിയം ഫ്രെയിമുമാണ് വരുന്നത്. ഇനി ഫ്രണ്ട് പാനലിലെ ഡിസ്പ്ലേൻ്റെ ആ ഒരു ബെസൽസ് ഒക്കെ വളരെ മിനിമൽ ബെസൽസ് ആണ് എന്ന് വേണമെങ്കിൽ പറയാം. 6.3 ഇഞ്ചസ് ഡിസ്പ്ലേ ആണ് ഇതിനകത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ടില്ലേ, നമ്മൾ ക്യാമറയിൽ പോയിട്ട് ആ മുകളിലത്തെ ബട്ടൺ അമർത്തി കഴിഞ്ഞാൽ നമുക്ക് റിയർ ക്യാമറ സെൽഫിക്ക് വേണ്ടി യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്ക് ഏത് ക്യാമറ വേണമെങ്കിൽ യൂസ് ചെയ്യാം, അൾട്രാ വൈഡ് യൂസ് ചെയ്യാം, ടെലിഫോട്ടോ യൂസ് ചെയ്യാം, എല്ലാം തന്നെ നമുക്ക് സെൽഫി എടുക്കാൻ യൂസ് ചെയ്യാം. ഈ ഒരു ഡിസ്പ്ലേയിൽ നമുക്ക് അതിൻ്റെ ആ ഒരു ക്ലാരിറ്റി യൂസ് ചെയ്യുക എന്നുള്ളതാണ് ഇമ്പോർട്ടൻ്റ് ആസ്പെക്ട്. ഇനി താഴെ നമുക്കൊരു അൾട്രാ വൈഡ് ആംഗിൾ ക്യാമറയും അതേപോലെ തന്നെ 50 മെഗാ പിക്സൽ ടെലിഫോട്ടോയും 50 മെഗാ പിക്സൽ പ്രൈമറി, 3 ക്യാമറയും ഇതാണ് 50 മെഗാ പിക്സലാണ്. ഈവൻ സെൽഫി ക്യാമറയും 50 മെഗാ പിക്സലാണ് ഇത്തവണ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നല്ലൊരു ഇൻഹാൻഡ് എക്സ്പീരിയൻസ് ആണ്. 6.3 ഇഞ്ചസ് ആണ് പ്രോ വരുന്നത്. അതേപോലെ തന്നെ ഡിസ്പ്ലേ ക്വാളിറ്റി കണ്ടില്ല, വളരെ മിനിമൽ ബെസൽസ് ആണ്. അപ് ടു 3500 നിറ്റ്സ് ആണ് വരുന്നത്. ആ പഞ്ച് ഹോൾ 50 മെഗാ പിക്സൽ ക്യാമറയും അതേപോലെ തന്നെ ഇത് HDR10+ സപ്പോർട്ട് ചെയ്യണ LTPO പാനലാണ്, 120 Hz റിഫ്രഷ് റേറ്റ് ആണ്. വളരെ നല്ല ഒരു ഇൻഹാൻഡ് എക്സ്പീരിയൻസ് ആയിട്ട് എനിക്ക് തോന്നി. മെറ്റൽ ഫ്രെയിമും ഗ്ലാസ് ബാക്ക് പാനലുമാണ്. തിക്നെസിന്റെ കാര്യം പറയുകയാണെങ്കിൽ അത്രയ്ക്കധികം തിക്കൊന്നുമല്ല, നല്ലൊരു കോമ്പാക്ട് ഫോം ഫാക്ടറാണ്. ഇത്രയും നല്ല കപ്പാസിറ്റി, ബാറ്ററിയും എല്ലാം ഉണ്ടായിട്ട് തന്നെ നല്ലൊരു ഇൻഹാൻഡ് എക്സ്പീരിയൻസ് ആണ്. ആ ബാക്ക് പാനലിലെ ഡിസ്പ്ലേ നമുക്ക് ഒരുപാട് യൂസ് കേസസ് ഉണ്ട്. അത് കസ്റ്റമൈസ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്, ഞാൻ പറഞ്ഞുതരാം എങ്ങനെയാണ്. അപ്പോൾ നമുക്ക് സോഫ്റ്റ്വെയറിൽ പോയി കഴിഞ്ഞാൽ ഹൈപ്പർ OS ആണ് പവർ ചെയ്തിരിക്കുന്നത് ഷവോമി 17 പ്രോ. അപ്പോൾ മൈ ഡിവൈസിൽ പോയി കഴിഞ്ഞാൽ ഇത് കണ്ടില്ലേ, ഷവോമി 17 പ്രോ സ്നാപ്ഡ്രാഗൺ 8 Elite Gen 5 ആണ് വരുന്നത്. അതേപോലെ തന്നെ ഏറ്റവും പവർഫുൾ ഹാർഡ്വെയർ LPDDR5X റാമും അതേപോലെ തന്നെ നമുക്ക് കിട്ടുന്നത് LPDDR4 UFS 4.1 സ്റ്റോറേജുമാണ്. ആൻഡ്രോയിഡ് 16ഉം ഹൈപ്പർ OS 3.0 ആണ് വരുന്നത്. അപ്പോൾ ഓവറോൾ സോഫ്റ്റ്വെയർ എക്സ്പീരിയൻസ് വളരെ നല്ലതായിട്ട് എനിക്ക് തോന്നി. കാരണം ഞാൻ കുറച്ച് നേരമേ ടെസ്റ്റ് ചെയ്തിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ ആ ഒരു ഇതിലാണ് പറയുന്നത്. പേഴ്സണലൈസേഷൻ കണ്ടില്ലേ, നിങ്ങൾക്ക് AOD, വാൾപേപ്പേഴ്സ്, തീംസ്, ഐക്കൺസ്, ഫോൺസ് എല്ലാം തന്നെ കസ്റ്റമൈസ് ചെയ്യാം. ഇൻഫാക്ട് ഫിംഗർ പ്രിന്റും നമുക്ക് എങ്ങനെ വേണമെങ്കിലും ആനിമേഷനിലെല്ലാം കസ്റ്റമൈസ് ചെയ്യാം. വളരെ സ്മൂത്ത് ആയിട്ട് തോന്നി. എനിക്ക് ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു കാര്യം, ഹാപ്റ്റിക് ഫീഡ്ബാക്ക്. കിഡിലും ഹാപ്റ്റിക്സ് ആണ് ഈ ഒരു ഡിവൈസ് ഓഫർ ചെയ്തിരിക്കുന്നത്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് എനിക്ക് തോന്നി. കാരണം നമ്മൾ ആ ഒരു ഡിവൈസ് യൂസ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ആ ഒരു ഫീൽ ഡെഫിനറ്റ്ലി കിട്ടും. അപ്പോൾ നല്ലൊരു ഹാപ്റ്റിക് മോട്ടറുമാണ് ഇതിനകത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് ചൈനീസ് റോമാണ് കേട്ടോ, ഇത് ഇന്ത്യനോ അല്ലെങ്കിൽ ഗ്ലോബൽ റോം അല്ല. അപ്പോൾ അത് കാരണം നമുക്കൊരു ഫുൾ ഫ്ലെജ് എക്സ്പീരിയൻസ് കിട്ടാൻ
കിട്ടാൻ ചാൻസ് ഇല്ല, കാരണം ചൈനീസ് റോം ഗ്ലോബൽ റോം മാതിരിയല്ല, കംപ്ലീറ്റ്ലി ഡിഫറെൻ്റ് ആണ് വരുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ സോഫ്റ്റ്വെയർ എക്സ്പീരിയൻസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ. ഇനി ക്യാമറയിലോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് കാണുന്നത് എഗെയിൻ അൾട്രാവൈഡ്, ടെലിഫോട്ടോ, UI എക്സ്പീരിയൻസ് ഒക്കെ വളരെ സിമിലർ തന്നെയാണ്, വലിയ ചേഞ്ചസ് ഒന്നും കാണുന്നില്ല. അതേപോലെ തന്നെ നമുക്ക് പോർട്രേറ്റ് ആണെങ്കിൽ 2x 5x 1x കൊടുക്കാവുന്നതാണ്. അപ്പോൾ അതൊക്കെ വലിയ ചേഞ്ച് ഒന്നും ഇല്ലാതെ തന്നെ നമുക്ക് കാണാൻ സാധിക്കും. അതേപോലെ മുകളിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് വീഡിയോ റെക്കോർഡിംഗ് കാണാൻ സാധിക്കും. ഇപ്പോൾ വീഡിയോയിൽ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് 1080p 30 FPS, അതേപോലെ 4K 60 FPS 8K റെക്കോർഡിംഗ് വരെ സപ്പോർട്ടഡ് ആണ് റിയർ ക്യാമറയിൽ. ഫ്രണ്ട് ക്യാമറയിലാണെങ്കിൽ 4K 60 FPS ക്യാമറയിൽ സപ്പോർട്ടഡ് ആണ്. അപ്പോൾ ഇതാണ് ക്യാമറയുടെ ബേസിക് UI. 50 മെഗാപിക്സൽ ട്രിപ്പിൾ ക്യാമറയാണ് വരുന്നത് പ്രോയിലും പ്രോ മാക്സിലും. പക്ഷേ എന്നാൽ ചേഞ്ച് ഉണ്ട്, അത് ഞാൻ എന്താണെന്ന് പറയാം. അപ്പോൾ ഓവറോൾ പ്രോന്റെ ഇൻ ഹാൻഡ് എക്സ്പീരിയൻസ് വളരെ ഇഷ്ടപ്പെട്ടു എനിക്ക്. അപ്പോൾ ഈ ഒരു ഡിവൈസിന്റെ പ്രത്യേകത ഇതിന്റെ കോമ്പാക്ട് ഫോം ഫാക്ടർ, ലാർജ് കപ്പാസിറ്റി ബാറ്ററി ഉണ്ട്, 6300 mAh ബാറ്ററി ഉണ്ട്, ഇൻ ഹാൻഡ് എക്സ്പീരിയൻസ് ആണ് വളരെ നല്ലതാണ്. 6.3 ഇഞ്ചസ് ആയിട്ട് തന്നെ വളരെ സ്വീറ്റ് സ്പോട്ട് ആയിട്ടാണ് എനിക്ക് തോന്നിയത്. അപ്പോൾ ഇതാണ് ഷോമിന്റെ 17 Pro സീരീസിൽ. ഇനി നമുക്ക് ഷോമി 17 Pro Max എടുക്കാം. ഇതാണ് 17 Pro Max, 6.9 ഇഞ്ചസ് ലാർജ് ഡിസ്പ്ലേ ആണ്. അപ്പോൾ ഈ ലാർജ് ഡിസ്പ്ലേ ആകുമ്പോൾ തന്നെ അതിൻ്റെ ആ ഒരു സൈസും കൂടും. എന്നാലും ഇത് ഇൻഫാക്ട് iPhone 17 Pro Maxിനെക്കാളും ലൈറ്റ് വെയിറ്റ് ആണെന്ന് പറയാം. അതേപോലെ തന്നെ ബാക്ക് ഡിസ്പ്ലേ വലുതാണ്, 2.9 ഇഞ്ചസ് ആണ്. മറ്റേ നമുക്ക് 2.7 ഇഞ്ചസ് ആയിരുന്നു. ഇതില്ലേ ബാക്ക് പാനലും മെറ്റീരിയൽ ക്വാളിറ്റിയിലൊന്നും തന്നെ ഡിഫറൻസ് ഇല്ല. എന്നാൽ ടെലിഫോട്ടോയിൽ കുറച്ച് ഡിഫറൻസ് ഉണ്ട്. അപ്പർച്ചർ വാല്യൂ ഇത് f3.0 ആണ്, മറ്റേ f2.0 ആയിരുന്നു വന്നത്. അപ്പോൾ ഇതിൽ മാക്രോസ് 30 സെന്റിമീറ്റർ ഫോക്കസ് ചെയ്യാൻ പറ്റുള്ളൂ. പ്രോയിൽ ആക്ച്വലി 20 സെന്റിമീറ്റർ വരെ പോകുന്നുള്ളതാണ് മറ്റൊരു ചേഞ്ച്. അപ്പോൾ അതാണ് ടെലിഫോട്ടോ ലെൻസിലെ ഒരു ചേഞ്ച്. ബാക്കിയെല്ലാം തന്നെ 50 മെഗാപിക്സൽ റിയറും ഫ്രണ്ട് 50 മെഗാപിക്സലാണ്. ഡിസൈൻ ലാംഗ്വേജ് വലിയ ചേഞ്ച് ഒന്നും തന്നെ ഇല്ല. എഗെയിൻ ഗ്ലാസ് ബാക്കും അതേപോലെ മെറ്റൽ അലുമിനിയം ഫ്രെയിമാണ് വരുന്നത്. ഈ ഒരു ഡിസ്പ്ലേ എഗെയിൻ നമുക്ക് വലുതാണ് കിട്ടുന്നത് എന്നുള്ളതാണ്. ഒബ്വിയസ്ലി ഡിവൈസ് വലുതാകുമ്പോൾ വലിയ ഡിസ്പ്ലേയും കിട്ടും. ഇതിനകത്ത് 7500 mAh ബാറ്ററിയാണ് വരുന്നത്. മാസീവ് കപ്പാസിറ്റി ബാറ്ററി, 100 വാട്ട് ചാർജിങ് ആണ് സപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. എഗെയിൻ ഡിസ്പ്ലേയിൽ വലിയ മാറ്റങ്ങളൊന്നും തന്നെ ഇല്ല. 6.9 ഇഞ്ചസ് ഡിസ്പ്ലേ ഞാൻ നേരത്തെ പറഞ്ഞു. 120 Hz AMOLED LTPO പാനലാണ്. വളരെ ക്രിസ്പ് ക്ലിയർ ഡിസ്പ്ലേ ആണ്. 3500 നിറ്റ്സ് ഓഫ് പീക്ക് ബ്രൈറ്റ്നസ് ആണ് വരുന്നത്. അടിപൊളി കളേഴ്സ് ആണ്. ടച്ച് റെസ്പോൺസും വളരെ മികച്ചതായി എനിക്ക് തോന്നി. അപ്പോൾ ഓവറോൾ ക്വാളിറ്റിയുടെ കാര്യത്തിൽ ഒരു കോംപ്രമൈസും ഡിസ്പ്ലേയിൽ കൊടുത്തിട്ടില്ല എന്ന് നമുക്ക് തീർച്ചയായിട്ടും പറയാൻ സാധിക്കും. ഇനി നമുക്ക് അടുത്തതിന്റെ സോഫ്റ്റ്വെയർ എക്സ്പീരിയൻസ് പോകണമെങ്കിൽ എഗെയിൻ സെയിം എക്സ്പീരിയൻസ് ആണ്. HyperOS തന്നെയാണ് പവർ ചെയ്തിരിക്കുന്നത്. ഇവിടെ നമുക്ക് കാണാം ഷോമി 17 Pro Max. സ്പെക്സ് എടുത്തു കഴിഞ്ഞാൽ സ്നാപ്ഡ്രാഗൺ 8 Elite Gen 5, അതേപോലെ തന്നെ 12GB റാം ആണ് വരുന്നത്. LPDDR5X റാം, UFS 4.1 സ്റ്റോറേജ് ആണ്. HyperOS 3.0 ആണ്. Android 16 ആണ് ഔട്ട് ഓഫ് ദ ബോക്സ് വരുന്നത്. എന്നാൽ ഇത് ചൈനീസ് വേർഷൻ റോം ആണ്. നമുക്ക് ഇന്ത്യയിൽ ഗ്ലോബൽ റോം അല്ലെങ്കിൽ ഇന്ത്യൻ റോം ആയിരിക്കും വരിക. അപ്പോൾ അതിൽ ഫീച്ചേഴ്സ് ഒക്കെ മാറ്റം വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇത് ചൈനീസ് വേർഷൻ ആണ് നമ്മൾ ട്രൈ ചെയ്തത്. ഇനി ഇതിന്റെ ബാക്കിയുള്ള കാര്യം പറയുകയാണെന്ന് വെച്ചാൽ നമുക്ക് വേറൊരു ഓപ്ഷൻ എന്താ വെച്ചാൽ റിയർ ഡിസ്പ്ലേയിൽ പേഴ്സണലൈസേഷൻ ഓപ്ഷൻ ഉണ്ട്. ഈ റിയർ ഡിസ്പ്ലേ നമുക്ക് ഒരുപാട് ഓപ്ഷൻസ് കസ്റ്റമൈസ് ചെയ്യാനില്ലേ. നിങ്ങൾക്ക് എങ്ങനെ വേണം ക്ലോക്ക് വിഡ്ജറ്റ് അതെല്ലാം തന്നെ നമുക്ക് കസ്റ്റമൈസ് ചെയ്യാം. അതേപോലെ അഡീഷണൽ ഓപ്ഷൻസ് കാണാൻ സാധിക്കും. കളേഴ്സ് ചേഞ്ച് ചെയ്യാം. എങ്ങനെ നമുക്ക് ഈ ബാക്ക് ഡിസ്പ്ലേ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ക്രിയേറ്റീവായി ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ അതിനനുസരിച്ച് നമുക്ക് കസ്റ്റമൈസിങ് ചെയ്യാന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. പിന്നെ ഓൾവേസ് ഓൺ ഡിസ്പ്ലേ ഉണ്ട്. അത് നമുക്ക് എല്ലാ ഡിവൈസിലും വരുന്ന പോലെ തന്നെ ഓൾവേസ് ഓൺ ഡിസ്പ്ലേയും നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. അപ്പോൾ ഈ റിയർ ഡിസ്പ്ലേയിൽ ഒരുപാട് കസ്റ്റമൈസേഷൻ ഉണ്ട്. അതേപോലെ തന്നെ നമുക്ക് സെൽഫീസ് യൂസ് ചെയ്യാം. നോട്ടിഫിക്കേഷൻ പാനൽ ഉണ്ട്. അതേപോലെ തന്നെ നമുക്ക് ക്വിക്ക് ടോഗിൾസും അവിടെ കിട്ടുന്നുണ്ട് എന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത. ഇനി ക്യാമറയിലോട്ട് പോയി കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ക്യാമറേൻ്റെ ഡിഫറൻസ് എന്ന് വെച്ചാൽ ഇതിനകത്തുള്ള ക്യാമറ f3.0 ആണ് അപ്പർച്ചർ ടെലിഫോട്ടോയിൽ. ബാക്കി എല്ലാം തന്നെ സെയിം ആണ് റിയർ ക്യാമറ. ഇതിനകത്ത് ടെലിഫോട്ടോ കുറച്ചൊരു മാറ്റമുണ്ട്. രണ്ടും തന്നെ 5x സൂം ആണെങ്കിൽ ഒപ്റ്റിക്കൽ സൂം ആണെങ്കിലും ഇതിൽ അപ്പർച്ചർ വാല്യൂയിൽ കുറച്ച് ഡിഫറൻസ് വരുന്നുണ്ട്. അപ്പോൾ അതാണ് പ്രോ മാക്സിൽ നമ്മൾ മറ്റൊരു ചേഞ്ച് എന്ന് പറയാവുന്നത്. അപ്പോൾ ഓവറോൾ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ട ഡിവൈസ്. പ്രോ എന്താ പറയുക 6.3 ഇഞ്ചസ് ആണ്. നല്ലൊരു ഇൻ ഹാൻഡ് എക്സ്പീരിയൻസ് ആണ്. എന്നാൽ ലാർജ് ഡിസ്പ്ലേ ഇഷ്ടപ്പെടുന്നവർക്ക് പ്രോ മാക്സ് ആയിരിക്കും. 6.9 ഇഞ്ചസ് മാസീവ് ഡിസ്പ്ലേ ആണ്. അതേപോലെ ബെസൽസും ആ ഒരു ബിൽഡ് ക്വാളിറ്റി ഒക്കെ തന്നെ നല്ലതാണ്. എല്ലാ ഡിവൈസും IP68 റേറ്റിംഗ് ഉള്ള ഡിവൈസസ് ആണ്. അതേപോലെ ലൈക്ക ട്യൂൺഡ് ആണ്. അപ്പോൾ നമുക്കറിയാലോ ലൈക്കേൻ്റെ ആ ഒരു ക്യാമറ എക്സ്പീരിയൻസ് നമുക്കറിയാലോ. പക്ഷെ നമുക്ക് ഈ ഒരു ലിമിറ്റഡ് ടൈമിൽ ക്യാമറ ടെസ്റ്റ് ചെയ്യാൻ നമുക്ക് സാധിച്ചില്ല. കാരണം എന്താ വെച്ചാൽ ഇത് നൈറ്റിലായിരുന്നു നമുക്ക് ഈ ഒരു ഹാൻഡ്സ് ഓൺ ചെയ്യാൻ പറ്റിയത്. അപ്പോൾ അവിടെ നമുക്ക് ക്യാമറ ടെസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടായില്ല. അപ്പോൾ ക്യാമറ ടെസ്റ്റിങ്ങും ബാക്കിയെല്ലാം നമ്മൾ ഇന്ത്യയിൽ ലോഞ്ച് ചെയ്യുമ്പോഴാണ്. ഇനി ഏത് ഡിവൈസാണ് ഇന്ത്യയിൽ ലോഞ്ച് ചെയ്യുക എന്നുള്ളത് അതിനെക്കുറിച്ച് എനിക്ക് ഐഡിയ ഇല്ല. എന്താണെങ്കിലും ഇതിൽ അറ്റ്ലീസ്റ്റ് 2 ഡിവൈസെങ്കിലും ലോഞ്ച് ചെയ്യുന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഇതാണ് ഷോമി 17 Pro Maxിൻ്റെയും ക്വിക്ക് ഹാൻഡ്സ് ഓൺ എക്സ്പീരിയൻസ് നമ്മൾ ഡൽഹിയിൽ വെച്ച് ചെയ്തതാണ് ഷോമീൻ്റെ ഒരു ഇവൻറ്റിൽ.
അപ്പോൾ ഇതായിരുന്നു Xiaomi 17 Pro 17 Pro Maxന്റെ ഹാൻഡ്സ് ഓൺ എക്സ്പീരിയൻസ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നതായിരിക്കും. ഇതുപോലത്തെ കൂടുതൽ ടെക് വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്. ഹോപ്പ് ടു സീ യു നെക്സ്റ്റ് വീഡിയോ. Have a great day.